ഹായ് എസ്.എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അതായത് നമ്മളിപ്പോൾ സാധാരണ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് എപ്പോഴും കാണാൻ കഴിയുന്ന, നേരിട്ട് കണ്ട് സംസാരിക്കാനൊക്കെ കഴിയുന്ന ആളുകളാണ്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കാം. അതായത് ഒത്തിരി ദൂരെയുള്ള, എപ്പോഴും പോയി കാണാൻ പറ്റാത്ത അത്രയും ദൂരെയുള്ള ആളുകളൊക്കെ ആയിരിക്കാം, ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് കാണാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ ഇങ്ങനെയുള്ള ആളുകൾ കുറച്ചുകൂടി നന്നായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനും അതുപോലെ ബ്രേക്കപ്പ് സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് ഈ ഫോണിലൂടെ മാത്രമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സംസാരിക്കുക, മീൻസ് എപ്പോഴും ഫോൺ വിളിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവർ വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് പലരും ചെയ്യാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ദിവസം ഫോണിനടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വിളിക്കാത്ത ആളുകളുണ്ട്, ഇടവിട്ട് വിളിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇപ്പം നിങ്ങൾ നേരിട്ട് കാണാൻ കഴിയുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് വിളിക്കണം എന്നില്ല, വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ സംസാരിക്കുന്നതാണ്. സോ അതൊരു പ്രശ്നമായിട്ട് മാറില്ല. നേരെ മറിച്ച് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ കാണാനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ, ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയണ്ടാവുള്ളൂ. സോ നിർബന്ധമായും വിളിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വിളിക്കാതിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കും ഇവർ വിളിക്കാത്തത് എന്നൊരു കൺഫ്യൂഷൻ അവരുടെ മനസ്സിലേക്ക് വരും. പിന്നീട് അതൊരു പേടിയായിട്ട് മാറാം, പിന്നീട് അതൊരു സംശയമായിട്ടും മാറാം. അതുകൊണ്ട് തന്നെ അതിനുള്ള ഇടവരുത്താതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ തിരക്കിലാണ് എന്നുണ്ടെങ്കിൽ പോലും അവർ വിളിക്കുകയാണെങ്കിൽ ജസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് പറയാം, ഞാൻ ഇങ്ങനെ തിരക്കിലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവരോട് പറയാം. എടുക്കാതിരിക്കുമ്പോൾ അതൊരു മറ്റ് പല സംശയങ്ങളും അവരുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കാം. സോ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും അവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെ പ്രധാനമെന്ന് തോന്നുന്ന ഓരോ കാര്യങ്ങളും, അതിപ്പോൾ എവിടെയെങ്കിലും പോകുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചതാണ് എന്നുണ്ടെങ്കിലൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾക്കിടയിലുള്ള അടുപ്പം കുറച്ചുകൂടി കൂട്ടാനും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ദെൻ നമ്മുടെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മോർണിംഗ് ആൻഡ് നൈറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ അവരെ വിളിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോൺ എടുത്ത് വിളിക്കണം എന്നല്ല, എങ്കിലും രാവിലെ കുറച്ചൊരു അവർ എഴുന്നേറ്റ് അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബിസി എല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് ഒന്ന് വിളിച്ച് സംസാരിക്കുക. ഒരുപാട് നേരമൊന്നല്ല, 1-2 മണിക്കൂർ സംസാരിക്കണം എന്നല്ല പറയണത്. ഒന്ന് വിളിക്കുക, എന്ത് ചെയ്യുന്നു എന്നുള്ളത് അന്വേഷിക്കുക, കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ ആണോ എന്നുള്ള കാര്യം ചോദിക്കുക. അതേപോലെ തന്നെ നൈറ്റും നിങ്ങൾ വിളിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ തിരക്കും കാര്യങ്ങളും കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് വിളിച്ചൊരു 10 മിനിറ്റ് സംസാരിക്കാം. അന്ന് നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അവരോട് ഓപ്പൺ ആയിട്ട് പറയാം, ഇന്ന് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളത് പറയാം. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ഒപ്പം എപ്പോഴും ഉണ്ട് എന്നൊരു തോന്നൽ ആ വ്യക്തിയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതിന് ഈ പറയുന്നൊരു സംഭവം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് മോർണിംഗ് വിളിച്ച് സംസാരിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നൈറ്റ് നിർബന്ധമായിട്ട് വിളിക്കാം. ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അവരെ വിളിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചില ആളുകളുണ്ട് ഓൺലൈനിൽ കയറി കഴിഞ്ഞാലും മെസ്സേജിന് റിപ്ലൈ കൊടുക്കില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്, മെസ്സേജ് നിങ്ങൾ സീൻ ചെയ്യുകയാണ്, അതല്ലെങ്കിൽ അവരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, ദെൻ നിങ്ങൾ വാട്സപ്പിൽ ഓൺലൈനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക. എന്തെങ്കിലും ഇപ്പോൾ ചെറിയ രീതിയിൽ റിപ്ലൈ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പിന്നീട് അങ്ങോട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വിശദീകരിച്ച് പറയാനുള്ള സമയം കിട്ടുമ്പോൾ അങ്ങനെ പറയാം. പക്ഷേ നിർബന്ധമായിട്ടും അവരെ വിളിക്കാനും ശ്രമിക്കുക. അതേപോലെ അവർ നിങ്ങൾക്ക് തരുന്ന ഓരോ മെസ്സേജിനും റിപ്ലൈ കൊടുക്കാനും ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്, തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആഫ്റ്റർ മാരേജ് ഉള്ള കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക എന്നുള്ളത്. അത് കുഴപ്പമില്ല, അങ്ങനെയും നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ആഫ്റ്റർ മാരേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം. അതിൻ്റെ കൂടെ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദെൻ നിങ്ങളുടെ നെക്സ്റ്റ് മീറ്റിംഗ് ഉണ്ടാവുമല്ലോ, അതായത് ഇനി എപ്പോഴാണ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കാണുന്നത്, മീറ്റ് ചെയ്യുന്നത്, ആ സമയത്ത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും അവരോട് പറയാം. അതായത് എവിടെ പോകാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതേപോലെ തന്നെ എന്ത് ഫുഡ് കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒരുമിച്ചിരുന്ന്, ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയാം. ഇങ്ങനെ പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും അവർക്ക് നിങ്ങളെ കാണാനുള്ള ആഗ്രഹം കൂടുതലായിട്ട് വരും എന്നുള്ളതാണ്. അതായത് അടുത്ത മീറ്റിംഗിൽ നമുക്ക് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരോട് പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും അവരുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ കാണണമെന്നൊരു ആഗ്രഹം വരും. സോ അതും നിങ്ങൾക്കിടയിലുള്ള ഇഷ്ടം കൂട്ടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. അതായത് അടുത്ത മീറ്റിംഗിൽ നമുക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് നടത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം നടത്താനായിട്ട്
രണ്ടുപേരും ട്രൈ ചെയ്യാം. ദെൻ നാലാമത്തെ പോയിന്റ്, ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് സർപ്രൈസ് ചെയ്യുക എന്നുള്ളതാണ്. സർപ്രൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കാണുന്നേ ഇല്ല, വല്ലപ്പോഴാണ് കാണുന്നത്, പിന്നെ എങ്ങനെയാണ് സർപ്രൈസ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ എപ്പോഴും സർപ്രൈസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എപ്പോഴും അത് കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവരെ അറിയാവുന്ന, നിങ്ങളെയും അറിയാവുന്ന ഒരു ഫ്രണ്ട് ഇപ്പോൾ അവരുടെ അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ ഫ്രണ്ടായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറഞ്ഞിട്ടൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. അതല്ലാണ്ട് നിങ്ങൾ തന്നെ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണം എന്നല്ല പറയണത്. നേരിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരു സർപ്രൈസ് വിസിറ്റ് ഒക്കെ നിങ്ങൾക്ക് നടത്താം. ഇപ്പം നിങ്ങൾ 2 വർഷമൊക്കെ കൂടുമ്പോൾ കാണുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം അവരെ പോയി കാണാം. പ്രതീക്ഷിക്കാതെ അവരെ പോയി കാണാനൊക്കെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. അങ്ങനെയുള്ള സന്തോഷത്തിൽ നിങ്ങളോടുള്ള ഇഷ്ടം കൂടും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ അവരെ പോയി കണ്ട് തിരിച്ചു മടങ്ങുമ്പോഴൊക്കെ അവർക്ക് വല്ലാത്തൊരു വിഷമം അവരുടെ മനസ്സിലുണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്കും, അതായത് അവരെ കണ്ട് തിരിച്ചു മടങ്ങി കഴിയുമ്പോഴത്തേക്കും അവർക്ക് വല്ലാത്തൊരു മിസ്സിംഗ് ഫീലിംഗ് ഒക്കെ കൂടുതലായിട്ട് വരുന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സർപ്രൈസിന് അങ്ങനെ ഒരു കഴിവുകൂടിയുണ്ട്. അതായത് നമ്മൾ സർപ്രൈസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അവർക്ക് അവരുടെ ഉള്ളിലുള്ള നമ്മളോടുള്ള മിസ്സിംഗ് ഫീലിംഗ്സ് ഒക്കെ വളരെയധികം കൂടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇന്റിമസി നിർബന്ധമായും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഏതൊരു റിലേഷൻഷിപ്പിനും വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഇന്റിമസി എന്ന് പറയുന്നത്. അടുപ്പം വളരെയധികം ഉണ്ടായിരിക്കണം. അതായത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടുതലായിട്ട് വരണം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഡെയിലി കാണാൻ കഴിയുന്ന ഒരു നോർമൽ റിലേഷൻഷിപ്പിലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കാണാനും സംസാരിക്കാനൊക്കെ ആയിട്ട് കഴിയും. സോ അങ്ങനെ ഇന്റിമസി നിങ്ങളിൽ വരാം. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആവുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിളിച്ചോട് തന്നെയാണ് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ, എപ്പോഴും കാണാൻ കഴിയില്ല. സോ അങ്ങനെ വിളിക്കുന്നതിൽ നിങ്ങൾ ഇന്റിമസി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് അവരോട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിഷമങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും അവരുമായിട്ട് എപ്പോഴും ഷെയർ ചെയ്യുക, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇന്റിമസി വളരെയധികം കൂടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരാളുമായിട്ട് എത്രത്തോളം ഇന്റിമേറ്റ് ആയിരിക്കുന്നു, അതായത് അവർ നമുക്ക് എത്രത്തോളം അടുപ്പമുള്ള ആളാണോ അതിനനുസരിച്ച് നമ്മൾ അവർക്ക് കൊടുക്കുന്ന പ്രയോറിറ്റിയിൽ മാറ്റം വരുന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് കൂടുതലായിട്ട് നമ്മൾ അവർക്ക് പ്രാധാന്യം കൊടുത്തു തുടങ്ങും എന്നുള്ളതാണ്. സോ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളായിരിക്കാനായിട്ട് ശ്രമിക്കാം. എന്ന് കരുതി ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ തന്നെ ആയിരിക്കണം എന്നുള്ളത് ആ വ്യക്തിയോട് പറയണം എന്നല്ല നമ്മൾ പറയണത്. അതല്ലെങ്കിലും നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ അവരുടെ പ്രയോറിറ്റി നിങ്ങളെ ആക്കി മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്റിമസി എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്റിമസി നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് സംഭവിക്കാൻ ചാൻസ് കൂടുതലുള്ളതും ഇത്തരത്തിലുള്ള ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓരോ കാര്യത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നിങ്ങളത് ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു പകുതി വരെയുള്ള നിങ്ങളോടുള്ള വിശ്വാസം, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള വിശ്വാസവും ഇഷ്ടവും ആത്മാർത്ഥതയും നഷ്ടപ്പെടാനായിട്ട് കാരണമാകുന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ പാലിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി അഥവാ എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് അല്ലാണ്ട് തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലും നിങ്ങൾക്ക് സംശയങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒക്കെ ഇത് കുറച്ചുകൂടി നന്നായിരിക്കും, അതായത് അവർ കൂടി അറിയുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്